ഒരുവിധം ഡ്രസ്സുകളെല്ലാം വാരി വലിച്ചു കയറ്റി പുറത്തേക്കിറങ്ങി. ജയൻ അവളെ കണ്ട് അന്തിച്ചു. ഇടതു കൈ സ്കേർട്ടിൻ്റെ വള്ളിയിൽ, നൈറ്റി ഹുക്കെല്ലാം മാറിയും തിരിഞ്ഞും. എൻ്റെ ദേവി, ഇതെന്തൊരു വേഷമാണ്! ഞാൻ സഹായിക്കില്ലേ, അതോ എൻ്റെ സഹായം വേണ്ടേ? അങ്ങനൊന്നുമില്ല കുട്ടേട്ടാ. പിന്നെ എങ്ങനെ? ഞാൻ ഇനി സഹായിക്കുന്നത് തനിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, രമ്യയെ കുറച്ച് ദിവസം കൂടെ നിർത്താം. അത് വേണ്ട. അവരുടെ വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ. നമ്മളായി അവരുടെ സന്തോഷം നശിപ്പിക്കേണ്ട. അങ്ങനെയാണെങ്കിൽ ഒരു ഹോം നേഴ്സിനെ വെക്കാം. താൻ ഇതൊന്നും സമ്മതിക്കാതിരുന്നാൽ എന്ത് ചെയ്യും? ദേവി ഒന്നും മിണ്ടിയില്ല. എന്നെ കുട്ടേട്ട സഹായിച്ചാൽ മതി. അത് കേട്ടതും ജയൻ്റെ മുഖം വിടർന്നു. ഞാൻ സഹായിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ടാണോ ഈ വേഷത്തിൽ ഇറങ്ങി വന്നേക്കുന്നത്? അത് പിന്നെ. വാക്കുകൾ തപ്പിപ്പിറക്കാൻ ബുദ്ധിമുട്ടുന്നവളെ ജയൻ നോക്കി നിന്നു. അവളുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ എന്താണെന്ന് വേർതിരിച്ചെടുക്കാൻ കഴിയുന്നില്ല. എന്നാൽ ഞാൻ സഹായിക്കട്ടെ? മുഖമൊന്ന് താഴ്ത്തി ദേവിയുടെ മുഖത്തേക്ക് നോക്കി ജയൻ ചോദിച്ചു. സ്കർട്ടിൻ്റെ വള്ളിയിൽ നിന്നുള്ള ദേവിയുടെ കൈമാറ്റി ദേവൻ കെട്ടിവെച്ചു കൊടുത്തു. രണ്ടുപേരും പരസ്പരം മുഖത്തേക്ക് നോക്കിയില്ല. മാറിന് മുകളിൽ ടവലെടുത്തിട്ട് അതിനിടയിൽ കൂടി നൈറ്റിയുടെ മാറിക്കിടന്ന ഹുക്കുകൾ അഴിച്ച് എല്ലാം ശരിയായി ഇട്ടുകൊടുത്തു. അവളെ ബെഡിൽ പിടിച്ചിരുത്തി. പറയൂ, ഇനി എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ ഞാൻ? മുടി അപ്പാടെ നനഞ്ഞു പോയി കുട്ടേട്ടാ. ഇതൊന്ന് അഴിച്ച് നിവർത്തിയിടുമോ? ജെയിൻ മുടിയിൽ നിന്നും ക്ലിപ്പടർത്തി മാറ്റി ടവലെടുത്ത് മുടി വിടർത്തിയിട്ട് നന്നായി തോർത്തി. ദേവി ഇടം കൈകൊണ്ട് മുടി ഫ്രണ്ടിലാക്കി ജട കളഞ്ഞു. ജയൻ കയ്യും കെട്ടി എല്ലാം നോക്കി നിന്നു. വേദനയുണ്ടോ ദേവിയെ ഇപ്പോൾ? 1-2 ദിവസം വേദന കാണുമെന്ന് ഡോക്ടർ പറഞ്ഞു. തനിക്ക് ദേഷ്യമുണ്ടോ? ജയൻ്റെ അടുത്ത ചോദ്യം അതായിരുന്നു. ആരോട്? എന്തിന്? മോള്. അവൾ കാരണമല്ലേ? ദേവിയുടെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു. ഞാൻ വീണത് മോള് കാരണമാണെന്നാണോ കുട്ടേട്ടൻ പറഞ്ഞു വരുന്നത്? എനിക്ക് മോളോട് ദേഷ്യം തോന്നുമോ? അപ്പോൾ അവൾ എൻ്റെ ആരുമല്ലേ? വാക്കുകൾ ഇടറിപ്പോയി. ഒപ്പം കണ്ണുകളും പൊട്ടിയൊഴുകി. ഞാനപ്പോൾ ആരുമല്ലേ കുട്ടേട്ടാ മോളുടെ? ഞാൻ അങ്ങനെയാണോ മോളെ പറഞ്ഞത്? ജെയിനും ആകെ വല്ലാതെയായി. പിന്നെ കുട്ടേട്ടൻ എന്തുദ്ദേശിച്ചാണ് അങ്ങനെ പറഞ്ഞത്? പറച്ചിലിനോടൊപ്പം ചുണ്ടു കൂർപ്പിച്ച് മൂക്കിനറ്റം ചുവന്നു. ഇടം കൈകൊണ്ട് കണ്ണുകൾ തുടച്ചു മാറ്റി. ഇടതുവശം ചെരിഞ്ഞ് പതിയെ ബെഡിലേക്ക് കിടന്നു. തനിയെ സ്ട്രെയിൻ ചെയ്ത് കിടന്നതുകൊണ്ട് തന്നെ വലതു കൈ നല്ലവണ്ണം വേദനയെടുത്തു. എങ്കിലും ആരോടോ ഉള്ള പരിഭവം എല്ലാം അങ്ങനെ തീർത്തു. കണ്ണുകൾ ഇറുക്കി പൊട്ടിയതല്ലാതെ ജയനെ ഒന്ന് നോക്കിയത് പോലുമില്ല. തിങ്ങി നിറഞ്ഞ പീലികൾക്കിടയിലൂടെ അപ്പോഴും കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. അവളോട് അങ്ങനെ ചോദിക്കേണ്ടിയിരുന്നില്ലെന്ന് തോന്നിപ്പോയി ജയന്. ഏത് നേരത്താണോ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ തുടങ്ങിയത്? ജയൻ ദേവിയുടെ അടുത്തെ കസേരയിലിരുന്നു. ദേവിയെ, 1-2 തവണ വിളിച്ചു. കണ്ണു തുറക്കുന്നില്ല. മനഃപൂർവ്വമാണെന്ന് ജയന് മനസ്സിലായി. സോറി, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് ചോദിച്ചതല്ല. എൻ്റെ കൂടെ വന്നിട്ട് നിനക്ക് വേദന മാത്രമേ തന്നുള്ളൂ എന്നുള്ള വിഷമത്തിൽ ചോദിച്ചതാണ്. സോറി മോളെ. ദേവിയെ. വീണ്ടും അവളുടെ കാതോരം വിളിച്ചുകൊണ്ടേയിരുന്നു. ആ ശബ്ദത്തിലെ വേദന ദേവി തിരിച്ചറിഞ്ഞു. പിന്നെ കണ്ണുകൾ തുറക്കാതിരിക്കാൻ അവൾക്കായില്ല. കണ്ണ് തുറന്ന് ജയനെ നോക്കി. കുട്ടേട്ടൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം ഞാൻ കാരണമാണ് കുട്ടേട്ടൻ ഏറ്റവും അധികം വേദനിച്ചിട്ടുള്ളത്. എന്നോട് ഇങ്ങനെ ഒന്നും പറയരുത്. ഈ കാണിക്കുന്ന സ്നേഹത്തിന് പകരമായി ഞാനൊന്നും ഇതുവരെ തന്നിട്ടില്ല. എൻ്റെ മനസ്സിൽ കുട്ടേട്ടനുണ്ട്. പക്ഷേ അത് എത്രത്തോളം ആഴത്തിലാണെന്നൊന്നും എനിക്കറിയില്ല. എന്നോട് പിണങ്ങിയിട്ടല്ലേ തനിയെ കിടന്നത്? ഒറ്റയ്ക്ക് സ്ട്രെയിൻ ചെയ്യുമ്പോൾ ആ കൈ എന്തുമാത്രം വേദനിച്ചു കാണും. ഞാൻ കാരണമല്ലേ ദേവിയതും? അപ്പോഴും തൻ്റെ വേദനയെക്കുറിച്ച് മാത്രമാണ് ഈ മനുഷ്യൻ ചിന്തിക്കുന്നത്. എനിക്ക് എഴുന്നേൽക്കണം കുട്ടേട്ടാ. ജെയിൻ പതിയെ താങ്ങി അവളെ എഴുന്നേൽപ്പിച്ചിരുത്തി. ദേവി പിന്നിലേക്ക് നീങ്ങി ഹെഡ് റെസ്റ്റിൽ ചാരിയിരിക്കാൻ നോക്കി. ജെയിൻ അവളെ പിന്നിലേക്ക് പതിയെ ഇരിക്കാൻ സഹായിച്ചു. തലയണ വലത് കൈയിലേക്ക് നീട്ടിയെടുക്കാൻ ശ്രമിച്ചു ജയൻ. എനിക്ക് തലയണ വേണ്ട കുട്ടേട്ടാ. അല്ല, ചാരിയിരിക്കണമെന്നല്ലേ ദേവി പറഞ്ഞിട്ട്? എനിക്ക് കുട്ടേട്ടനെ ചാരി ഇരുന്നാൽ മതി. ജെയിന് സന്തോഷം സഹിക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ ഹൃദയം തുടിച്ചു. അടിവയറ്റിൽ നിന്ന് മഞ്ഞുതുള്ളി വീണ സുഖം. ബെഡിൽ കയറിയിരുന്ന് ദേവിയെ അവൻ്റെ മാറോട് ചേർത്തിരുത്തി. ഇരുവരും കരയുകയായിരുന്നു സന്തോഷം കൊണ്ട്. ഇതുപോലെ എന്നെ എപ്പോഴും ചേർത്ത് പിടിക്കണേ കുട്ടേട്ടാ. ഒരിക്കലും വിട്ടുകളയല്ലേ. ദേവി മുഖം തിരിച്ച് ജയനെ നോക്കി. അവളുടെ മുഖം മുഴുവനും അവൻ ചുംബനം കൊണ്ട് മൂടി. എത്ര നേരം അങ്ങനെ ഇരുന്നെന്ന് ഇരുവർക്കും അറിയില്ല. ജയൻ്റെ മൊബൈൽ റിങ് ചെയ്യുന്നത് കേട്ട് നോക്കുമ്പോൾ അമ്മയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞിരുന്നു. ദേവി ജയൻ്റെ മാറിൽ പറ്റി ഉറങ്ങുകയാണ്. അവനെ ശ്രദ്ധയോടെ ബെഡിൽ കിടത്തി നെറ്റിയിൽ ചുണ്ടു ചേർത്തു. ബൈസ്റ്റാൻഡേഴ്സ് ബെഡിൽ കിടക്കുന്ന മോളുടെ അടുത്ത് ചെന്ന് അവളുടെ നെറ്റിയിലും സ്നേഹചുംബനം ചാർത്തി.
നിന്റെ അമ്മ കുറുമ്പിയാണ്, കുറുമ്പി. അവൻ്റെ ചുണ്ടിൽ സ്നേഹത്തിൽ ചാലിച്ച പുഞ്ചിരി തത്തിക്കളിച്ചു. തലേ ദിവസത്തെ ഉറക്കക്ഷീണം കാരണം ജയന് മോളുടെ അടുത്ത് കിടന്ന് കുറച്ചുറങ്ങിപ്പോയി. അമ്മ വന്ന് ഡോറിൽ മുട്ടുമ്പോഴാണ് ജയൻ ഉണർന്നത്. ഞാൻ അല്പം ഉറങ്ങിപ്പോയമ്മേ. ഞാനിപ്പോൾ വന്നതേയുള്ളൂ കുട്ടാ. മോൾ ഉറങ്ങിയോ? കുറച്ചായി ഉറങ്ങിയിട്ട്. അമ്മ മോൾക്കുള്ള കുറുക്ക് കൊണ്ടുവന്നു. ഇനി കുറച്ച് ദിവസത്തേക്ക് മോൾക്ക് പാല് കൊടുക്കാൻ ദേവിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവളെ നിർബന്ധിച്ച് കുറുക്ക് കൊടുത്തേ പറ്റൂ. മോളത് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. എന്നാലും കുഴപ്പമില്ല, നോക്കാം. ദേവി മോള് ഇന്നലെ മുതൽ ഒന്നും കഴിച്ചില്ലല്ലോ. നീ അവളെ വിളിക്ക്. മോൾക്ക് ഭക്ഷണം കൊടുക്കാം. ഞാൻ വിളിക്കാം. അമ്മയെല്ലാം എടുത്ത് വയ്ക്ക്. മഹേശ്വരി അമ്മ കൊണ്ടുവന്ന ഭക്ഷണം ഒരു പ്ലേറ്റിൽ വിളമ്പിയെടുത്തു. അപ്പോഴേക്കും ജയൻ ദേവിയെ എഴുന്നേൽപ്പിച്ചിരുത്തി അവളുടെ മടിയിലേക്ക് ചോറിൻ്റെ പ്ലേറ്റ് വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞതിൽ പിന്നെയാണ് ഓർത്തത് കഴിക്കാൻ കൈ വയ്യല്ലോ എന്ന്. ജയൻ അവളുടെ മടിയിലിരുന്ന പ്ലേറ്റ് വാങ്ങി ചോറ് ചെറിയ ഉരുളകളാക്കി ഉരുട്ടി വായിൽ വെച്ച് കൊടുത്തു. ഒരു മടിയും കൂടാതെ അവൾ അത് മുഴുവനും കഴിച്ചു തീർത്തു. ഫുഡ് കഴിച്ചു കഴിഞ്ഞതും കപ്പിൽ വെള്ളമെടുത്ത് ജയൻ തന്നെ വായും കഴുകിപ്പിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് സിദ്ധുവും രമ്യയും അവരുടെ അമ്മായിയെയും കൂട്ടി വന്നത്. ദേവിയെ കണ്ട ഉടനെ തന്നെ അമ്മയുടെ കണ്ണ് നിറഞ്ഞു. അത് കണ്ടപ്പോൾ ജയൻ അവരുടെ അടുത്തേക്ക് ചെന്ന് തോളിലൂടെ കൈ ചേർത്ത് പിടിച്ചു. കുഴപ്പമൊന്നുമില്ല അമ്മേ, ഒന്ന് തെന്നി വീണതാണ്. 2-3 ദിവസം കിടക്കേണ്ടി വരും. അത് കഴിഞ്ഞാൽ വീട്ടിൽ പോകാം. കുറേ നേരം ദേവിയുടെ അടുത്തിരുന്ന് എല്ലാവരും അറിയും തിരിഞ്ഞും സംസാരിച്ചു. എടി, ഞാൻ വേണമെങ്കിൽ 2-3 ദിവസം നിൻ്റെ കൂടെ നിൽക്കാം. ജയേട്ടനെ കൂടെ നിൽക്കാൻ പറ്റുമോ? രമ്യ ദേവിയുടെ അടുത്തേക്ക് വന്ന് സ്വകാര്യം പോലെ ചോദിച്ചു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ എൻ്റെ കാര്യങ്ങൾ നോക്കാൻ കുട്ടേട്ടനും അമ്മയുണ്ടല്ലോ. അത് തന്നെ ധാരാളം. ചിത്തു, ടാറ്റ പോവാം. ചിത്തു, ടാറ്റ. ഓ, ഇപ്പോൾ അങ്ങനെയൊക്കെയായി. ഞാനതറിഞ്ഞില്ല. വൈകുന്നേരത്തോടു കൂടി എല്ലാവരും ഇറങ്ങി. അമ്മ ഇനിയും ഇരുന്ന് നേരം കളയണ്ട, ഇറങ്ങാൻ നോക്ക്. വീട്ടിൽ സുധചേച്ചി ഉണ്ടല്ലോ. കാര്യം ആലോചിച്ച് നീ വെറുതെ ടെൻഷൻ അടിക്കേണ്ട. അവിടെ സുധയുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ഹോസ്പിറ്റലിൽ നിന്നും വന്നിട്ടേ അവൾ പോകൂ. മാതുമോള് സിദ്ധു പോകാൻ നേരം അവൻ്റെ തോളിൽ ചാടിക്കയറി. ചിത്തു, 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 ടാറ്റ പോവാം. ഞാനും പോവാം. പെണ്ണ് സിദ്ധുവിനെ വിടുന്ന ലക്ഷണമില്ല. എടാ, ഞാൻ മോളെ കൊണ്ടുപോയിക്കോട്ടെ? ഒടുവിൽ നിർബന്ധം സഹിക്കാൻ വയ്യാതെ സിദ്ധു ചോദിച്ചു. അവൾ കരയി സിദ്ധു. നിങ്ങളെ അവൾ ബുദ്ധിമുട്ടിലാക്കും. അങ്ങനെ ഒന്നും ചെയ്യുമെന്ന് തോന്നുന്നില്ല. എന്തായാലും അവളെ കൂടെ കൊണ്ടുപോകാം. അഥവാ ബഹളം വയ്ക്കുകയാണെങ്കിൽ ഞാൻ ഉടനെ തിരികെ കൊണ്ടുവരാം. എന്നാലും നിങ്ങൾക്കത് ബുദ്ധിമുട്ടല്ലേ? ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. നിനക്ക് കുഞ്ഞിനെ തന്നുവിടാൻ ഇഷ്ടമില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. അങ്ങനെ ഒന്നുമില്ലടാ. എൻ്റെ മോള് നിങ്ങളുമായി എടുക്കുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമല്ലേ? നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകാതിരുന്നാൽ മതി. ചിത്തു, ചിത്തു. പെണ്ണ് വന്ന നേരം മുതൽ സിദ്ധുവിൻ്റെ പിന്നാലെയാണ്. അവൻ എടുത്ത് നടപ്പാണ്. രാത്രിയിൽ രമ്യയുടെയും സിദ്ധുവിൻ്റെയും നടുക്ക് കിടന്നു. സിദ്ധുവിൻ്റെ നെഞ്ചിൽ കയറി കിടന്നു. രാത്രിയിലുള്ള മെഡിസിനും കൂടി കഴിച്ചു കഴിഞ്ഞ് ദേവി ജയനെ നോക്കി. ജയൻ കഴിക്കുന്നത് കണ്ടപ്പോൾ അവൾ വാഷ്റൂമിൽ പോയി വന്നു. ജയൻ കഴിച്ചു കഴിഞ്ഞ് ബൈസ്റ്റാൻഡേഴ്സ് ബെഡിൽ കയറി കിടന്നു. എന്തായാലും സിദ്ധുവിനെ ഒന്ന് വിളിക്കാൻ ഫോൺ കയ്യിലെടുത്തു. ആദ്യ റിങ്ങിൽ തന്നെ കോൾ അറ്റൻഡായി. സിദ്ധു, മോള് പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ. നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞാൻ വന്ന് എടുത്തുകൊള്ളാം. എൻ്റെ ജയ, അവൾ ഉറങ്ങി. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ വിളിക്കാമെന്ന്. കുട്ടേട്ടാ, മോൾ ഉറങ്ങിയോ? സിദ്ധുവിനെയാണ് ഞാനിപ്പോൾ വിളിച്ചതെന്ന് ദേവിക്ക് മനസ്സിലായി. അവൾ ഉറങ്ങി. കുറുമ്പി, നമ്മളെ കണ്ടില്ലെങ്കിലും അവൾ കരയാതെ നിൽക്കും. തനിക്ക് നല്ല ക്ഷീണമുണ്ട് ദേവി. ഒരുപാട് നേരം ഉറക്കളയ്ക്കേണ്ട, കിടക്കാൻ നോക്ക്. നല്ല പെയിനുള്ളത് കൊണ്ട് ഇപ്പോൾ ഇഞ്ചക്ഷൻ എടുത്തതല്ലേ ഉള്ളൂ. അതിൻ്റെ ക്ഷീണം കാണും. താൻ ഉറങ്ങിക്കോ. ദേവി ബെഡിലേക്ക് കിടന്നതും ജയൻ ഷീറ്റെടുത്ത് പുതച്ചു കൊടുത്തു. അല്പനേരം കഴിഞ്ഞപ്പോഴേക്കും ദേവി നല്ല ഉറക്കമായി. ജയൻ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്ന് അവളോട് ചേർന്ന് കിടന്നു. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് പെണ്ണേ. അവളുടെ നെറ്റിയിൽ ചുണ്ട് ചേർത്തു. നിന്റെ മനസ്സിലും ഞാനുണ്ട്. അതെനിക്കിപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട്. പൂർണ്ണ മനസ്സോടുകൂടി നീ എൻ്റേതാവുന്നതും കാത്തിരിക്കുകയാണ്. നിന്റെ സ്നേഹം മുഴുവൻ അനുഭവിച്ചറിയാനുള്ള കൊതിയോടെ. കുറച്ചു നേരം അവളുടെ അടുത്ത് കിടന്ന് ജയന് ഉറങ്ങിപ്പോയി. ഏകദേശം 12 മണി കഴിഞ്ഞപ്പോഴേക്കും മൊബൈൽ റിങ് ചെയ്യുന്നു. ജയൻ ഉണർന്ന് കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും സിദ്ധുവാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേടാ അവൾ രാത്രിയിൽ ബഹളമുണ്ടാക്കുമെന്ന്. ബാക്കി കഥയൊക്കെ പിന്നെ പറയാം. നീ ആദ്യം വന്ന് വാതിൽ തുറക്ക്. അപ്പോൾ സാറിങ് എത്തിയോ? എത്തിയെന്നല്ല, എത്തിച്ചു എന്ന് പറയുന്നതായിരിക്കും എളുപ്പം. ചിരിയോടെ പറഞ്ഞ് ഫോൺ വെച്ച് ജയൻ എഴുന്നേറ്റ് വാതിൽ തുറന്ന്, അച്ഛാ, അച്ഛാ, അമ്മ, ചിത്തു വേണ്ട, സിദ്ധു വേണം, സിദ്ധു വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വേണ്ടാതായല്ലേ ഞാൻ നിനക്ക്? ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റതും പെണ്ണമ്മ എന്ന് പറഞ്ഞ് ഒരേ കരച്ചിൽ. കുറേ നോക്കിയേടാ, പക്ഷേ
കരച്ചിൽ നിർത്തുന്നില്ല, അതാണ് കൊണ്ടുവന്നത്. എന്നാൽ ശരി, നിന്റെ ഉറക്കം കളയുന്നില്ല, പൊയ്ക്കോ. ജയൻ മോളെ കയ്യിലേക്ക് വാങ്ങി സിദ്ധു വീട്ടിലേക്ക് മടങ്ങി. ഉറങ്ങിക്കിടക്കുന്ന ദേവിയെ കണ്ട് പെണ്ണ് അവിടേക്ക് ചാടി. മാ, ഇങ്ക് ഇങ്ക്. എന്നും രാത്രിയിൽ മോള് പാല് കുടിച്ചാണ് കിടന്നുറങ്ങാറ്. കിടന്നുറങ്ങാറ്. ഉറക്കത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ കൂടി ആ പതിവുണ്ട്. ഇന്നിപ്പോൾ ഇതുവരെയായിട്ടും അവൾക്കത് കിട്ടിയില്ല. അതിൻ്റെ പിണക്കമാണ് പെണ്ണിന്.